പാടൊന്നും പാടിയില്ല. കണ്ണൻ മാഷ് ടൂറിന് പോയപ്പോഴാണ് ഇന്ന് പാടിയ പോലത്തെ പാട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇതുപോലത്തെ പാട്ട് പാടാൻ നമ്മൾ തുടങ്ങിയത്. എത്ര ബുദ്ധിമുട്ടിയിട്ട് നടന്നിട്ട് വന്നാലും പാട്ട് പാടാൻ പറഞ്ഞാലും പാട്ട് പാടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു അവസരം ഉണ്ടായത് കണ്ണൻ മാഷ കൂടെ ടൂറിന് പോയപ്പോഴാണ്. പണ്ട് വലിയ ടൂറിന് പോകുന്നുണ്ട്, പക്ഷെ ഇത്രയും ആനന്ദകരമായിട്ടുള്ള ഒരു ടൂറ് കണ്ണൻ മാഷ കൂടെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഉണ്ടായത്. ഈ പക്ഷേ പ്രൊഫഷണലായി എന്ന് വരും കണ്ണൻ മാഷ്. ഫ്ലൈവേ എന്ന പേരിൽ ഒരു ട്രാവൽ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പരിഷത്ത് ഗ്രൂപ്പിലും കണ്ണൻസ് ഗ്രൂപ്പിലും പോവാത്ത ആൾക്കാർ നാളെ ആരാണ് ഫ്ലൈവേ എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് വരും. അപ്പോൾ ഫ്ലൈവേ എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് വരുമ്പോൾ നമുക്കത് ഫ്ലൈവേ ആയിട്ട് തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ചിലപ്പോൾ ഇന്നത്തെ ആദ്യത്തെ യാത്ര പങ്കെടുത്ത് നമ്മൾക്ക് പറയാൻ പറ്റും, അത് കണ്ണമാഷ ഗ്രൂപ്പ് എന്ന് പറയുന്നതിന് പകരം അതല്ല. ഞാൻ പറയുന്നത് അങ്ങനെയല്ല, ഒരു വളർന്നു വരുന്ന ഒരു നല്ലൊരു ഗ്രൂപ്പാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നെ എന്താ വെച്ചാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ 2 ദിവസം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. ഒരു മാസമായിട്ട് ചുമയും എല്ലാം കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞു, ഞാൻ മഴയുടെ സമയത്ത് ഞാൻ അങ്ങോട്ട് ടൂർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടം ചുമ കൂടുതലേലും അതെല്ലാം പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല, നമുക്ക് നോക്കാം അതെല്ലാം പറഞ്ഞിട്ട് ഞാൻ എല്ലാം മറന്നു വന്നതാണ്. പക്ഷേ നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. കാരണം എനിക്ക് ഒരുപാട് ഈ ചുമയും വെച്ചിട്ട് ഞാൻ ഇത്രയും പാട്ടുപാടിയുള്ള നിനക്ക് തന്നെ അതിശയം. കാരണം എല്ലാവരും എന്താ പറയാ ഒരുപാട് നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ ഞാൻ അശോക് കുമാർ. ആദ്യമായിട്ടാണ് ഇത് പലരെയും പരിചയപ്പെട്ടതും കാണുന്നത് പോലും. ഇത് ഈ ടൂറിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമ്മളൊക്കെ തന്നെ ഒരു യഥാർത്ഥത്തിലൊരു പൊളിറ്റിക്കൽ ചിന്താഗതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും എന്ന് തന്നെ പറയാം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പിന്നെ പാലിക്കുന്ന ചില ചിട്ടകളും നമ്മുടെ ആരോഗ്യ സംഘമായി നമുക്ക് പോകാൻ കഴിയുമായിരിക്കും. കാരണം ഈ അമേച്വർ ടീമിന്റെ ശക്തി എന്ന് പറയുന്നത് പരസ്പര വിശ്വാസവും ആഴത്തിലുള്ള പരസ്പര സ്നേഹവും ഒക്കെയാണ്. അപ്പൊ അതിനെ നയിക്കുന്ന ഒരു കോർഡിനേറ്റർ എന്നപ്പുറത്തേക്ക് ഒരു പ്രൊഫഷണൽ ടൂറിസം സംഭവത്തിന്റെ മാനേജർ ആവാനോ അതിനെ മുന്നോട്ട് നല്ല ടൂറ് ഇഷ്ടപ്പെട്ടു. നല്ല അനുഭവമായിരുന്നു. കണ്ണൻ മാഷോട് ഇതിന് മുന്നേ ഒരിക്കൽ ഞാൻ പോയിട്ടുണ്ട്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. പിന്നെ അറിയാത്ത കുറേ ആള് പരിചയപ്പെടാൻ പറ്റി. അതെ, വ്യത്യസ്തമായി ഇന്നത്തെ യാത്ര. വളരെ എന്താ പറയണ്ടേ, യാത്രയിലുള്ള ഓരോ അംഗങ്ങളും വളരെ സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി വളരെ യാതൊരു ജാടയില്ലാതെ, സാധാരണ ഓരോ യാത്രയിലും ഇങ്ങനെ കുറേ പേര് ഒതുങ്ങിത്തീർന്ന് വലിയ ജാട കാണിക്കുന്ന തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ മാഷ സുഹൃത്തുക്കളെ കൂടുതൽ ടീമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ആ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുന്ന നല്ലൊരു അനുഭവമാണ് കണ്ണൻ മാഷ കൂടിയുള്ള ഈ യാത്ര. ഒരു യാത്ര ഞാൻ മുമ്പേ വന്നിട്ടുണ്ട്. മറ്റേ പൊസോടി മുംബൈയിലേക്കുള്ള ഒരു ഏകദിന യാത്രയിൽ മാഷ കൂടെ ഒരു 3 വർഷം മുമ്പേ പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത് നല്ല അനുഭവമായിരുന്നു. ഇതുവരെ എല്ലാവരും പറഞ്ഞത് തന്നെ, വേറെ ഒന്നും പറയാനില്ല. മാഷ പിന്നെ എല്ലാവർക്കും ഈ പറഞ്ഞ കണക്ക് അവസരം ഉണ്ട്. വെറുതെ ഇരിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ സാധാരണ എല്ലായിടത്തും പോകുമ്പോൾ ഞാനൊക്കെ ഉറങ്ങാറുണ്ട്. പക്ഷേ ഉറങ്ങാനുള്ളൊരു തോന്നുന്നില്ല. അത്രയും നല്ലൊരു ഉന്മേഷമായിട്ടാണ് ഈ യാത്രയൊക്കെ. അതുപോലെ ഞാൻ അന്നേ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് ആ കുമ്പ. നല്ലോടൊപ്പം പോയിട്ടുണ്ട്. മറ്റേ സവാരിയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ കണ്ണമാഷിൻ്റെ ഈ ഉദ്യമത്തിന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. ചെറുതും വലുതുമായ ടൂറുകളുണ്ട്. ഇതുവരെ വിദേശത്ത് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിലുണ്ടാകുമ്പോൾ സംബന്ധമായിട്ട് സഹകരിക്കും. അതൊരു മരുന്ന് എന്ന് പറയാൻ കാരണം മനസ്സിൻ്റെ സന്തോഷമാണ് മരുന്ന്, ആഹ്ലാദം. നമ്മൾ ഇന്നലെയും